എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നയൻ ടൈൽ ഫോക്സ് ആയി മാറിയ നമ്മുടെ കുട്ടപ്പനെ കാണിക്കുന്നു. അവന്റെ അടുത്തേക്ക് ഇപ്പൊ ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ നമ്മുടെ മാസ്റ്റർ. അത് കണ്ട് മാസ്റ്റർ ഞാൻ എന്താണോ സംഭവിക്കരുതെന്ന് ആഗ്രഹിച്ചത് അതിപ്പോ സംഭവിച്ചു കഴിഞ്ഞു. കുട്ടപ്പൻ ഇപ്പൊ മുഴുവനായിട്ടും ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ ഒരു മിനിയേച്ചർ പരിവായി മാറിയിരിക്കുകയാണ്. ഇത്രയൊക്കെ നടന്നിട്ടും ഇപ്പോഴും ഒറോച്ചിമാറുവിന് കുട്ടപ്പനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അവന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവറിലാണ് ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ കണ്ണ്. ഒറോച്ചിമാറു അവന്റെ നാക്കൊക്കെ നീട്ടി ഡാൻസ് ഒക്കെ കളിച്ച് ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. മാസ്റ്ററുടെ ക്ലൗൺ ആവട്ടെ ഇപ്പൊ കുട്ടപ്പൻ മോൺസ്റ്ററായി മാറിയെന്ന് മാസ്റ്ററെ അറിയിക്കും. മാസ്റ്ററുടെ മുഖത്ത് ടെൻഷൻ കാണുമ്പോ ഇപ്പൊ സാക്കുറയ്ക്കും മനസ്സിലാവും കാര്യങ്ങൾ പതിയെ കൈവിട്ടു പോവുകയാണെന്ന്. സായി കുട്ടപ്പന്റെ പിന്നാലെ തന്നെ ഓട്ടാണ്. അവന്റെ രൂപം കണ്ട് ഇപ്പൊ സായും ഒരു മിനിറ്റ് പേടിച്ചു പോവും. കുട്ടപ്പന്റെ തലയും ആ ഒരു മോൺസ്റ്ററിന്റെ രൂപം കാണുമ്പോ ഇവിടെ മാസ്റ്ററുടെ ക്ലൗണിന് പോലും കുട്ടപ്പനെ കണ്ട് പേടിയാവാൻ തുടങ്ങും. പക്ഷെ ഒരു കുലുക്കമില്ലാതെ ഒറോച്ചിമാറു ആവട്ടെ അവന്റെ നാക്ക് അത് മുഴുവനായിട്ടും പുറത്തേക്കിടും. അപ്പൊ അവന്റെ വായിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പാമ്പുകള് കുട്ടപ്പന് നേരെ അങ്ങനെ ചീറിപ്പായും. ആ പാമ്പുകളുടെ എല്ലാം വായില് ഇപ്പൊ ഓരോ കത്തി അങ്ങനെ തന്നെ പുറത്തേക്ക് വരും. പാമ്പുകൾ വരെ വരെ ഇവിടെ കുട്ടപ്പൻ റെഡിയായിട്ട് നിൽക്കും. പാമ്പുകൾ തൊട്ടടുത്തെത്തുമ്പോ കുട്ടപ്പൻ മോൺസ്റ്റർ അതിന്റെ കൈ ചുരുട്ടി നിലത്തൊരു ഒറ്റ അടി. ആ ഒരു ഒറ്റ അടിയില് സകല പാമ്പുകളും കത്തിക്കരിഞ്ഞില്ലാതാവും. മാസ്റ്ററിന്റെ ക്ലൗൺ ആവട്ടെ ആ ഒരു കാഴ്ച കണ്ട് പേടിച്ച് ഇപ്പൊ കണ്ണു പൊത്തിയിരിക്കും. ആ ഒരു അടിയുടെ പവറില് അവിടെ മുഴുവനായിട്ടും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. സായും മാസ്റ്ററുടെ ക്ലൗണും ഇപ്പൊ പറന്ന് ദൂരെ പോവും. ഇവിടെ സാക്കുറയും മാസ്റ്ററും ആവട്ടെ അവര് ദൂരത്തിരുന്നിട്ട് പോലും ആ ഒരു പവറില് അവർക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് കഴിയില്ല. അതിന് സാക്കുറ ഇത് കുട്ടപ്പന്റെ ഫൈറ്റിന്റെ പവറാണോ എന്ന് ഇപ്പൊ മാസ്റ്ററിനോട് ചോദിക്കും. മാസ്റ്റർ പറയും അവന്റെ നയൻ ടൈൽ ഫോക്സ് അത് പുറത്തു വന്നു, അതിന്റെ പവറാണ് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ഒരു നയൻ ടൈൽ ഫോക്സ് അതിന് കലി കയറി വീണ്ടും ഒറോച്ചിമാറുവിനെ അടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒറോച്ചിമാറു ഓടിച്ചാടി ഓടി അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. മോൺസ്റ്റർ കൈ ചുരുട്ടി ഇപ്പൊ ഭൂമിയിലിടിച്ച് വലിയൊരു കുഴിയുണ്ടാക്കി ഒറോച്ചിമാറുവിന്റെ പിന്നാലെ തന്നെ ഇപ്പൊ പോയിക്കൊണ്ടേയിരിക്കും. സാക്കുറയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവള് വീണ്ടും വീണ്ടും ഇപ്പൊ മാസ്റ്ററിനോട് ചോദിക്കും, സത്യം പറയ് എന്താ നടക്കണേ? കുട്ടപ്പൻ അവൻ എന്തു പറ്റി? അവളുടെ പേടി വെപ്രാളവും കാണുമ്പോ ഇപ്പൊ മാസ്റ്റർ പറയും, സാക്കുറ നീ പേടിക്കണ്ട, ഞാൻ ഈ ടീമിന് ലീഡർ ആയത് തന്നെ നറൂട്ടോ കുട്ടപ്പന് വേണ്ടിയാണ്. മാസ്റ്റർ വീണ്ടും ഇപ്പൊ കുട്ടപ്പനെ നോക്കിയിട്ട് ഇവൻ ഈ ഒരു രൂപത്തിലായിട്ടും ഇവനെ കൊണ്ട് എങ്ങനെ ഇത്ര സ്പീഡില് മുൻപോട്ട് പോകാൻ സാധിക്കുന്നു? ഒറോച്ചിമാറുവിനെ പിടിക്കാനായിട്ട് മോൺസ്റ്റർ അതിന്റെ കൈ നീട്ടുമ്പോ ഒറോച്ചിമാറു വീണ്ടും വലിയൊരു പാമ്പിനെ ഇപ്പൊ കുട്ടപ്പന് നേരെ അയക്കും. ആ ഒരു പാമ്പ് അത് മോൺസ്റ്ററിന്റെ കയ്യില് അങ്ങനെ ചുറ്റി പിടിക്കുമ്പോ മോൺസ്റ്ററിന്റെ കൈയുടെ പവർ താങ്ങാൻ കഴിയാതെ അത് കത്തിക്കരിഞ്ഞു പോവും. ഒറോച്ചിമാറു ഓടി വന്ന് അവന്റെ വാ തുറക്കുമ്പോ മറ്റൊരു ഒറോച്ചിമാറു പുറത്തേക്ക് എടുത്ത് ചാടും. അത് പാമ്പ് പോലെ എഴഞ്ഞു വന്ന് ഇപ്പൊ മോൺസ്റ്ററിനെ പിടിച്ചു വലിച്ച് ഇടിക്കാനായിട്ട് തുടങ്ങും. ഇടികിട്ടി തെറിച്ചു പോയ നയൻ ടൈൽ ഫോക്സ് ആവട്ടെ അത് കറങ്ങി വന്ന് ഒറോച്ചിമാറുവെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ വയറിന് ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. ആ ഒരു ഇടിയില് ഇപ്പൊ ഒറോച്ചിമാറു രണ്ടായി മുറിഞ്ഞ് തെറിച്ചു പോവും. പക്ഷെ അപ്പോഴേക്കും ഒറോച്ചിമാറുവിന്റെ പാമ്പുകള് അവനെ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഇപ്പൊ വീണ്ടും ഒന്നായി തീർക്കും. അവൻ ചിരിച്ചിട്ട് ഇപ്പൊ അവന്റെ കാലുകള് രണ്ടും വാളാക്കി മാറ്റും. അവന്റെ അടുത്ത അറ്റാക്ക് അതാ കാലുകൾ വെച്ചിട്ടാണെന്ന് ഇപ്പൊ സായിക്കും മാസ്റ്ററിനും മനസ്സിലാവും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ കബൂട്ടോ ആവട്ടെ ഇവിടേക്ക് ആക്ച്വലി സാസുരിയാണ് വരേണ്ടത്. പക്ഷെ അവന് പകരം ഇവരാണ് വന്നത്. അപ്പൊ സാസുരി അവൻ എവിടെയും ചോദിക്കുമ്പോ സാക്കുറ ഷോക്കായിട്ട് ഇപ്പൊ കബൂട്ടോയെ നോക്കും. കാരണം നറൂട്ടോയുടെ കയ്യിൽ നിന്ന് ഇത്രയധികം അടി കിട്ടിയിട്ടും അവനിപ്പോ യാതൊരു കൂസലും ഇല്ലാതെ ഒരു പോറല് പോലും പറ്റാതെ ഇപ്പൊ ഹായ് ആയിട്ട് നടന്നു വരികയാണ്. കബൂട്ടോ വീണ്ടും ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് ചോദിക്കും, സാസുരി എങ്ങനെ ഈ ഒരു മീറ്റപ്പിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു? ഒരിക്കലും അവനെ ഭീഷണിപ്പെടുത്തി ഈ ഒരു രഹസ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അവനായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കൂടിക്കാഴ്ചയുടെ കാര്യം അതറിയാൻ കഴിയൂ. നിങ്ങൾക്കറിയേണ്ടത് അത് ഒറോച്ചിമാറുവിനെ കുറിച്ചല്ലേ? അവൻ ഓൾറെഡി ഇപ്പൊ ലീഫ് വില്ലേജ് നശിപ്പിക്കാൻ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ ആക്ടിങ് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. നിന്റെ അഭിനയത്തിന് ഒരു അവാർഡ് തരണമെന്ന് പറഞ്ഞ് ഇപ്പൊ കബൂട്ടോ ആവട്ടെ ഫ്ലാഷ് ബാക്ക് വീണ്ടും ആലോചിക്കും. അതിൽ മാസ്റ്റർ ഇപ്പൊ സാസുരിയുടെ വേഷത്തില് കത്തിയെടുത്ത് വീശുമ്പോ കബൂട്ടോ ഒന്നും അറിയാത്ത വിധത്തില് നമ്മുടെ മാസ്റ്ററിന് താങ്ക്സ് പറയും. എന്നിട്ട് അതേ കബൂട്ടോ അവൻ തിരിഞ്ഞ് അറ്റാക്ക് ചെയ്തതും അവൻ ആലോചിക്കും. കബൂട്ടോ പറയും, ഈ ഒരു മീറ്റപ്പിനെ കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളിൽ ആരോ ഒരാള് അവനെ നേരിട്ട് കണ്ടിരിക്കണം. അവനങ്ങനെ ഓരോന്നായിട്ട് പറയുമ്പോ ഇവിടെ സാക്കുര ആവട്ടെ അവള് ഫ്ലാഷ് ബാക്കില് സാസുരി പറഞ്ഞ കാര്യങ്ങള് ആലോചിച്ചു കൊണ്ടേയിരിക്കും. അപ്പോഴാണ് കബൂട്ടോ പറയാ,
അവൻ ആക്ച്വലി ഒറോച്ചിമാറു ഇഷ്ടമല്ലായിരുന്നു. ഒറോച്ചിമാറുവിനെ സാസുരി തന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാണ് അവൻ ഇത്രയും കാലവും നടന്നത്. ഈ ഒരു മീറ്റപ്പില് ഇപ്പൊ കറക്റ്റ് ആയിട്ട് സാസുരി ആയിരുന്നു വന്നിരുന്നുവെങ്കില് ഇപ്പൊ നിങ്ങളുടെ സ്ഥാനത്ത് അവൻ അടിവാങ്ങി മരിച്ചു പോയേനെ. അതിന് സാക്കുറ അവൻ മരിച്ചത് ചിന്തിച്ച് അവനോട് പറയും, സാസുരി അവൻ ഓൾറെഡി മരിച്ചു. അത് കേട്ട് കബൂട്ടോ ചിരിക്കും. അപ്പോ ഇവിടെ ഒറോച്ചിമാറു ആവട്ടെ അവന്റെ തമാശയൊക്കെ മാറി അവൻ സീരിയസ് ആയിട്ട് ഇപ്പൊ കുട്ടപ്പനായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അവൻ ചോപ്പും നീലയും കളറില് ഒരുപാട് ബൗൾസിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ മോൺസ്റ്ററിന് ചുറ്റും അങ്ങനെ അയച്ചുവിടും. പക്ഷെ മോൺസ്റ്റർ കുട്ടപ്പൻ അത് കണ്ട് പേടിക്കില്ല. അവൻ അവന്റെ ഫുൾ പവർ വെച്ച് ആ കുഞ്ഞു കുഞ്ഞു ബൗൾസുകളെ എല്ലാം തന്നെ ഒരുമിച്ച് ചേർത്ത് വലിയൊരു കറുത്ത ബോളാക്കി മാറ്റും. സായും മാസ്റ്ററും സാക്കുറ ആവട്ടെ ഇങ്ങനെ ഒരു പവർ മുൻപ് കണ്ടിട്ടേയില്ല. ഇപ്പൊ കുട്ടപ്പൻ മോൺസ്റ്റർ ആ ഒരു ബോള് അത് വീണ്ടും വീണ്ടും ചെറുതാക്കി അങ്ങനെ ഒരു ഡയമെൻഷനിലേക്ക് കൊണ്ടുവരും. ഒറോച്ചിമാറുവിന് മനസ്സിലാവും അവൻ ആ ബോൾ വെച്ച് ഇപ്പൊ എന്തോ പ്ലാൻ ഇടാണ്. ഒറോച്ചിമാറു ചാടിത്തുള്ളി ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്ക് പോയി ഒളിച്ചു നിൽക്കും. ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അവൻ ആ ചക്ര പവർ അതെന്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് ഒറോച്ചിമാറു നോക്കി നിൽക്കുമ്പോ മറ്റൊരു വശത്ത് നിന്ന് ഇപ്പൊ സായും അത് നോക്കി നിൽക്കും. അവരെല്ലാവരും ഇപ്പൊ അത് ഇമവെട്ടാതെ നോക്കി നിൽക്കുമ്പോ മോൺസ്റ്റർ ആവട്ടെ ആ ഒരു പവർ അത് ഒരുപാട് ചെറുതാക്കി അത് അങ്ങനെ തന്നെ വിഴുങ്ങും. അത് കണ്ട് ഒറോച്ചിമാറു ഇവൻ എന്തിനായിരിക്കും അത്രയും ചക്ര പവർ ഇപ്പൊ വിഴുങ്ങിയത്? അവനെ തന്നെ പൊട്ടിത്തെറിപ്പിച്ച് എല്ലാവരും ഇല്ലാതാക്കാനാണോ ഇപ്പൊ ശ്രമിക്കുന്നേ? അവിടെ നിന്ന് ഇപ്പൊ ഒരുപാട് പുക ഉയരുമ്പോ ഒറോച്ചിമാറുവിന് മോൺസ്റ്ററിന്റെ മൂവ് അത് കറക്റ്റ് ആയിട്ട് പിടികിട്ടും. അപ്പൊ ഇതാണല്ലേ നിന്റെ മൂന്ന് പറഞ്ഞ് ഒറോച്ചിമാറു താഴെ ഒരു സർക്കിൾ വരച്ച് അവിടെ ഗെഞ്ചിപ്സ് ഉപയോഗിക്കും. അതേ സമയത്ത് മോൺസ്റ്റർ ആവട്ടെ ഇപ്പൊ അവന്റെ ഫുൾ പവറില് ഒറോച്ചിമാറുവിന്റെ നേരെ ഇപ്പൊ ആഞ്ഞങ്ങോട്ട് അടിക്കും. ഒരുപാട് ഫോഴ്സിൽ തീ അതങ്ങനെ തന്നെ ഒറോച്ചിമാറുവിന്റെ നേരെ ആഞ്ഞടിക്കുമ്പോ അവന്റെ സമറിൻ ജിപ്സൂല് ഇപ്പൊ 3 വലിയ ഡോറ് അവിടെ ക്രിയേറ്റ് ആയി വരും. ആ ഒരു ഡോറ് അത്ര എളുപ്പത്തില് ആർക്കും തകർക്കാൻ കഴിയില്ല. മോൺസ്റ്ററിന്റെ പവർ അതങ്ങനെ തന്നെ ആ ഒരു ഡോറിൽ അടിച്ചു തെറിക്കുമ്പോ ഡോറ് പൊട്ടി അങ്ങോട്ട് ചെതറി അവിടെ എല്ലായിടത്തും ഇപ്പൊ സ്പ്രെഡ് ആവാൻ തുടങ്ങും. മാസ്റ്റർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് സാക്കുറെ അങ്ങനെ സേവ് ചെയ്ത് പിടിക്കും. കബൂട്ടോ കണ്ണു തള്ളി നോക്കി നിൽക്കുമ്പോ ഇവിടെ മോൺസ്റ്ററിന്റെ പവറില് അവിടെ ഭൂമി തന്നെ രണ്ടായിട്ട് പിളർന്നു പോവും. ഇവിടെ ഒറോച്ചിമാറുവിന്റെ ആ 3 ഡോറും തകർന്ന് ഒറോച്ചിമാറുവിന്റെ നിക്കറും കീറി അങ്ങനെ ബോധം പോയി ഒറോച്ചിമാറു ഒരു മൂലയ്ക്ക് കിടക്കാണ്. കബൂട്ടോ വണ്ടടിച്ച് ഇത് ഒറോച്ചിമാറുവിന്റെ 3 പവർഫുൾ ഡോറാണ്. ഇത് അത്ര പെട്ടെന്നൊന്നും ആരെ കൊണ്ടും തകർക്കാൻ കഴിയില്ല. ആ ഒരു ഡോറാണ് ഈ ഒരു മോൺസ്റ്റർ ഒറ്റ അടിക്ക് തകർത്ത് കളഞ്ഞത്. ഇവിടെ കുട്ടപ്പനാണെങ്കിൽ അടുത്ത ഫൈറ്റിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും മോൺസ്റ്റർ കുട്ടപ്പൻ പോലും പ്രതീക്ഷിക്കാതെ ഭൂമി തുറന്ന് ഒറോച്ചിമാറു വായിൽ കത്തിയായിട്ട് കുട്ടപ്പൻ മോൺസ്റ്ററിനെ കുത്തി അങ്ങോട്ട് താഴ്ത്തും. ഒറോച്ചിമാറു ശ്വാസം മുറുക്കി പിടിച്ച് അവന്റെ കത്തിയില് കുട്ടപ്പനെ കോർത്തെടുത്ത് ആ ഒരു ട്രെഞ്ചി ബ്രിഡ്ജിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇടിപ്പിക്കും. ഇടിയുടെ ശബ്ദം കേട്ട് ഇപ്പൊ സാക്കുറയും മാസ്റ്ററും അവിടേക്ക് നോക്കും. കബൂട്ടോ കുട്ടപ്പന്റെ രൂപം കണ്ട് ഇത് നറൂട്ടോ തന്നെയാണോന്നും പറഞ്ഞ് അങ്ങനെ നോക്കും. പക്ഷെ സാക്കുറ അവൾക്കിപ്പോ കുട്ടപ്പന്റെ അവസ്ഥ കണ്ട് ഒരുപാട് സങ്കടമായി നിസ്സഹായായി നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.